നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഇന്ത്യൻ റെയിൽവേസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. 3591 ഒഴിവുകളാണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമായി തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ്. യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നെല്ലാം വ്യക്തമായി തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഭാഗമായ വെസ്റ്റേൺ റെയിൽവേസിലാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്നുമാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെല്ലാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രന്റീസസ് അണ്ടർ ദ അപ്രന്റീസസ് ആക്ട് 1961 ഫോർ ദ ഇയർ 2021-22 എന്നൊരു ലിങ്ക്, ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആദ്യത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ, അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ടു വ്യൂ ഓർ ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ എന്നിങ്ങനെ രണ്ട് ലിങ്കുകൾ കാണാം. അപ്പോൾ ആദ്യത്തെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിക്കാം. അതിനുവേണ്ടി കാണുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. വെസ്റ്റേൺ റെയിൽവേ പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. നമുക്ക് താഴെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ കാണാം ഓപ്പണിംഗ് ഡേറ്റ് 25/5/2021. അതായത് ഇന്നാണ് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണി മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 24/6/2021 ജൂൺ 24 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്രന്റീസ് പോസ്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം ജോലിയല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ SSLCയോടൊപ്പം ITI കഴിഞ്ഞ് ഇതുവരെയും എവിടെയും ട്രെയിനിങ് മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാത്ത, ഇതുവരെയും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കാത്ത സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. കാരണം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ നിങ്ങൾക്കൊരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ITI കഴിഞ്ഞ് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ ITI കഴിഞ്ഞ് ഇതുവരെയും ട്രെയിനിങ് പൂർത്തിയാക്കിയാത്ത സുഹൃത്തുക്കൾക്കെല്ലാം അപേക്ഷിക്കാം. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് വെസ്റ്റേൺ റെയിൽവേസിൻ്റെ ഈ ഒരു അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 24/6/2021 ഏജ് കണക്കാക്കുന്ന ആ ഒരു തീയതി. SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ആ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ അവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പാസ്സായിരിക്കണം. ഫൈനൽ ഇയേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം പാസ്സായിരിക്കണം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. 18/5/2021 നിങ്ങൾ അത് പാസ്സായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം. മിനിമം 50% മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. NCVTയോ അല്ലെങ്കിൽ SCVTയോ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. NCVT ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ SCVT ആയാലും കുഴപ്പമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് NCVT ആണെങ്കിലും SCVT സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ SSLCയും ഇതിൽ പറയാൻ പോകുന്ന ട്രേഡുകളിൽ ITI കഴിഞ്ഞ സുഹൃത്തുക്കൾക്കുമാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഫിറ്റർ, വെൽഡർ, ടേണർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പെയിൻറ്റർ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, വയർമാൻ, ഇലക്ട്രീഷ്യൻ, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, സ്റ്റെനോഗ്രാഫി, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് 17ഓളം ITI ട്രേഡുകളിലുള്ള സുഹൃത്തുക്കൾക്കാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക്, ഈ ഒരു അപ്രന്റീസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിൽ 3591 ഒഴിവുകളാണ് ഈ പറയുന്ന ട്രേഡുകളിലെല്ലാം തന്നെ ഉള്ളത്. നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. അതായത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. എന്നാൽ SC ST PWD സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ ഒഴിവുകൾ. അത് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൻ്റെ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക്
പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മെഡിക്കൽ ഫിറ്റ്നസ് അത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിപ്പോൾ വേണ്ട, നിങ്ങൾക്ക് ആ ഒരു സെലക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകളെല്ലാം ഫോർമാറ്റുകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ ഇവിടെ നൽകിയിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ SSLCക്കും ITIക്കും നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ അനുസരിച്ചായിരിക്കും ഇവർ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അതനുസരിച്ചായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ദർ വിൽ ബി നോ റിട്ടൺ ടെസ്റ്റ് ഓർ വൈവ എന്നിവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പരീക്ഷയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ് പീരീഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു അപ്പൻഡീസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1 വർഷത്തേക്കുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. എങ്കിലും പുതുതായിട്ട് ഇപ്പോൾ ITI ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ പോലെയുള്ളൊരു വലിയൊരു സംവിധാനത്തിന് കീഴിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുക എന്ന് പറയുന്നതിന് നിങ്ങളുടെ കരിയറിന് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റൈപ്പൻഡിൻ്റെ കാര്യം ഇവിടെ എത്ര രൂപയാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടില്ല. എങ്കിൽ ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ഈ ഒരു ട്രെയിനിങ് സമയത്ത് ഓരോ മാസം ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അപ്പൻഡീസ് ആക്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു മാന്യമായ സ്റ്റൈപ്പൻഡ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് പീരീഡ് ലഭിക്കുമെന്നതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. മറ്റെല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും ലഭിക്കുന്ന പോലെയുള്ള സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തൊട്ട് താഴെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവർ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആധാർ നമ്പർ നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ മാർക്ക് CGPA അല്ലെങ്കിൽ മാർക്ക് പ്രിഫറൻസ് ഫോർ ഡിവിഷൻസ്, അത് ഏത് ഡിവിഷൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആധാർ നമ്പർ നിർബന്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി മൊബൈൽ നമ്പർ തന്നെ നൽകാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് വ്യത്യസ്ത ട്രേഡുകളിൽ ITI കംപ്ലീറ്റ് ചെയ്ത സുഹൃത്തുക്കൾക്ക് വ്യത്യസ്ത ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് അങ്ങനെയും അപേക്ഷിക്കാം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ SLC സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത് SLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി തന്നെ മതിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കൺസോളിഡേറ്റഡ് ITI മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ ITIൻ്റെ മാർക്ക് ഷീറ്റ്, എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്കുള്ള ആ ഒരു കൺസോളിഡേറ്റഡ് ITI മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ ആ ഒരു ഫൈനൽ മാർക്ക് ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ NCVT അല്ലെങ്കിൽ ആ ഒരു SCVT സർട്ടിഫിക്കറ്റ്, ആ ഒരു SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST OBC കാൻഡിഡേറ്റ്സ് EWS കാൻഡിഡേറ്റ്സിനൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ എല്ലാ കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്കും വേണ്ട ആ ഒരു ഫോമുകൾ താഴെ നൽകിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാനത്ത്, അതുപോലെ കാണിച്ചു തരാം. ആ ഒരു ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള EWS സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തന്നെയുള്ളത് വേണം, അത് ഞാൻ കാണിച്ചു തരാം. അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഫയൽസിൻ്റെ എല്ലാം സൈസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. മാക്സിമം സൈസ് അതിൻ്റെ 20 KB അതുപോലെ തന്നെ 70 KB ഇടയിലുള്ള സൈസാണ് നിങ്ങളുടെ ആ ഒരു ഫോട്ടോഗ്രാഫിന് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ 20 KB മുതൽ 30 KB വരെയുള്ള സൈസിലുള്ള ഒരു സിഗ്നേച്ചർ, നിങ്ങളുടെ സ്കാൻ ചെയ്ത സിഗ്നേച്ചറിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഡോക്യുമെൻറ്റും SSLCയുടെയും ITIൻ്റെയും അതുപോലെ തന്നെ NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റുകളുടെയും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് ഫയലുകളെല്ലാം, ഈ ഫോട്ടോഗ്രാഫുകൾ ഒഴികെയുള്ള മറ്റ് ഫയലുകളെല്ലാം നിങ്ങൾ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം 100 KB ആണ് ആ ഒരു PDF ഫയലിൻ്റെ സൈസ് ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള സൈസിൽ തന്നെ നിങ്ങൾ 100 KB കൂടുതൽ സൈസുള്ള ഫയൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സൈസും ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന സൈസുകളിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിന് പുറത്തായിരിക്കും ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. കേരളത്തിൽ ഒഴിവുകളില്ല. കാരണം കേരളം ഈ ഒരു വെസ്റ്റേൺ റെയിൽവേന് കീഴിലല്ല കേരളം വരുന്നതുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാം രാജസ്ഥാനിലൊക്കെയാണ് ഒഴിവുകളെല്ലാം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ രാജസ്ഥാൻ, മുംബൈ, അതുപോലെ തന്നെ ഗുജറാത്ത് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. അപ്പോൾ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളുടെ ഓരോ ഡിവിഷൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാം. വഡോദര, അതുപോലെ തന്നെ അഹമ്മദാബാദ് തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ച് നോക്കാം. അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു 16ാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് കാണാം ഇത് SC ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഈ ഒരു ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് SC ST കാർ.
ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങി ഈ ഒരു ഫോർമാറ്റിലുള്ള SC/ST സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് അവരുടെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുക എന്ന കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അതിന് തൊട്ട് താഴെ OBC കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു ഡിക്ലറേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ കാണാം ഇത് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോമും ഡീറ്റെയിൽസ് ഒക്കെയാണ് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് EWS കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, ഈ ഒരു ഫോർമാറ്റിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻസിൻ്റെ എല്ലാം ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് കാണാം. നിങ്ങൾക്ക് ഈ ഒരു പേജ് ബന്ധപ്പെട്ട ഈ ഒരു പേജുകൾ നിങ്ങൾക്ക് ഏത് പേജാണോ വേണ്ടത് ആ ഒരു പേജ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി. കാരണം ഇതിൽ കറക്റ്റായിട്ട് തന്നെ നൽകിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ഫോർമാറ്റിലുള്ള ഫോമുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് അത് പിന്നീട് മതി. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ട ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അത് ഇതെല്ലാവർക്കും വേണ്ടതാണ്. സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ വേണ്ടൂ. ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ ഇത് ആവശ്യമില്ല. അപ്പോൾ അതായത് നമുക്കിനി ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. അതിനായിട്ട് നേരത്തെ കണ്ട ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡോക്യുമെൻ്റ് ആണ് പരിശോധിച്ചത്. തൊട്ട് മുകളിൽ നമുക്കിവിടെ കാണാം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. നിങ്ങൾക്കിവിടെ കാണാം, നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയാണ്. ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പുതിയ പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സ്റ്റേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ കേരള ഇവിടെ സെലക്ട് ചെയ്യാം. അത്തരത്തിൽ നമുക്ക് അതിൻ്റെ ആധാർ കാർഡ് നമ്പറാണ് പിന്നീട് ചോദിക്കുന്നത്. ആധാർ കാർഡ് നമ്പർ നൽകുക. പിന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, കമ്മ്യൂണിറ്റി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഇമെയിൽ ID മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഏജ് ഇവിടെ കാൽക്കുലേറ്റ് ആയി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് നൽകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് തന്നെ നൽകാം. നിങ്ങൾ എക്സർവീസ്മാൻ ആണോ അല്ലെങ്കിൽ എക്സർവീസ്മാൻ്റെ മകനോ അല്ലെങ്കിൽ മകളോ ആണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ സെർവിങ് ഡിഫൻസ് പേഴ്സൺ, ഇപ്പോൾ ആർമിയിലുള്ള അല്ലെങ്കിൽ ഡിഫൻസിലുള്ള ആരുടെങ്കിലും മക്കളാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള കാറ്റഗറിയുള്ള സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. പിന്നെ നമുക്ക് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ITൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്, ഏത് ITA ട്രേഡാണ് നിങ്ങൾ പാസ്സായിരിക്കുന്ന കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇതിൽ കാണുന്ന ട്രേഡ്, നിങ്ങളുടെ ട്രേഡ് ഏതാണോ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡ് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു അപ്ലിക്കേഷൻ ഫോർ ഡെസിഗ്നേറ്റഡ് ട്രേഡ്, നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ITA ട്രേഡ് ഏതാണെന്ന് ആദ്യത്തെ സെലക്ട് ചെയ്ത്, അപ്പോൾ ഉദാഹരണത്തിന് ഫിറ്ററാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള ആ ഒരു ഓപ്ഷൻ ആപ്ലിക്കേഷൻ ഫോർ ഡെസിഗ്നേറ്റഡ് ട്രേഡ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിറ്റർ എന്ന ഓപ്ഷൻ ഇത്തരത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അത് രണ്ടും സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഇവിടെ കാണാം. ഇവിടെ നൽകിയിട്ട് താങ്ക് യു ഫോർ രജിസ്റ്ററിംഗ് യുവർ രജിസ്ട്രേഷൻ ID ആൻഡ് പാസ്വേഡ് ഈസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ആൻഡ് OTP ഈസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTPയും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ IDയും ഒരു പാസ്വേഡും നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ നൽകിയിട്ടുള്ളത് പ്ലീസ് ഗോ ടു ദ ലോഗിൻ പേജ്, എൻ്റർ യുവർ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ആൻഡ് OTP ടു വെരിഫൈ യുവർ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈലിലേക്ക് ഒരു OTP ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും OTP എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങളുടെ ആ ഒരു എൻ്റർ ഓൾഡ് പാസ്വേഡ്, ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വന്ന ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ നൽകാം. അതിനുശേഷം നിങ്ങളുടെ പുതിയ പാസ്വേഡ്, നിങ്ങളൊരു പുതിയ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പുതുതായിട്ട് ടൈപ്പ് ചെയ്ത ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യണം. അതിനുശേഷം അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പുതിയ പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പിന്നീട് കാണുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡേറ്റ് ഓഫ് ബർത്ത്, കമ്മ്യൂണിറ്റി, ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ട്രേഡ് അപ്ലൈഡ് ഫോർ, നിങ്ങൾ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്ത ആ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ പേര്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് തൊട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഡിവിഷൻ ഓർ വർക്ക്ഷോപ്പ് അപ്ലൈയിങ് ഫോർ. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നിരവധി ഡിവിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മുംബൈ, വഡോദര, അഹമ്മദാബാദ്, റത്ലം, രാജ്കോട്ട്, ഭാവ്നഗർ, ലോവർ പാരൽ, ഭാവ്നഗർ, ദാഹോദ്, പ്രതാപ്, സബർമതി, ഹെഡ്ക്വാർട്ടേഴ്സ്, TMC തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം. ഈ പറയുന്ന ഡിവിഷനുകളിലാണ് നിലവിൽ ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെ നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിച്ചു തന്നിരുന്ന ആ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് ഓരോ ഡിവിഷനിലുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് അവിടെ പരിശോധിക്കാം. അപ്പോൾ ഏത് ഡിവിഷനിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ആ ഒരു ഡിവിഷനിലേക്ക് അപേക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നോർത്ത് ഇന്ത്യയിലെ ഡിവിഷനുകളിലാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. കാരണം ഇത് വെസ്റ്റേൺ റെയിൽവേസ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഒഴിവുകളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഏത് ഡിവിഷനിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത്, ഏത് ഡിവിഷനിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യം, ആ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം.
അങ്ങനെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് ചോദിക്കുക. ആദ്യം നിങ്ങളുടെ ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ബോർഡ് അല്ലെങ്കിൽ എക്സാം അതോറിറ്റി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ എക്സാം അതോറിറ്റി എന്ന ഭാഗത്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള ബോർഡ്, ആന്ധ്ര ബോർഡൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കേരള സ്റ്റേറ്റ് ബോർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരള സ്റ്റേറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബോർഡ് എക്സാം അതോറിറ്റി ഒക്കെ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പിന്നെ നെയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് ഇവിടെ നൽകുക. നിങ്ങൾ പാസ്സായ ആ ഒരു വർഷം നിങ്ങൾ ഇവിടെ നൽകുക. പിന്നെ നിങ്ങളുടെ ആ ഒരു മാർക്ക് ഷീറ്റിലുള്ള നമ്പർ കൂടി, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റുള്ള അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഷീറ്റിലുള്ള നമ്പർ നിങ്ങളിവിടെ കറക്റ്റായിട്ട് തന്നെ നൽകണം. പിന്നെ തൊട്ട് താഴെ 2 ഓപ്ഷൻസ് ആണുള്ളത്. മാർക്ക് അല്ലെങ്കിൽ CGPA ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ടോട്ടൽ മാർക്ക്, SSLCയുടെ ടോട്ടൽ മാർക്ക് എത്രയിലാണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം അത് ഇവിടെ നൽകുക. പിന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും ഇവിടെ നൽകുക. അത്തരത്തിൽ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ഇവിടെ വരുന്നതായിരിക്കും. പക്ഷേ സാധാരണ നിങ്ങളുടെ ആ ഒരു SSLCക്ക് ലഭിക്കുന്ന ആ ഒരു ഗ്രേഡ് അനുസരിച്ച്, ഗ്രേഡ് പോയിന്റ് അനുസരിച്ച് നിങ്ങൾ പെർസെൻറ്റേജ് കണക്കാക്കാറുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് SSLCക്ക് എത്രയിലായിരുന്നു എന്ന് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം ടോട്ടൽ മാർക്ക് എത്രയിലാണോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റ് വെച്ച് പെർസെൻറ്റേജ് കണക്കാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എത്രയാണെന്ന് കണക്കാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നൽകാൻ കഴിയും. അപ്പോൾ അത്തരത്തിലാണ് നൽകാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ നൽകുക. നിങ്ങളുടെ അധ്യാപകരെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഞാനൊക്കെ അത്തരത്തിലാണ് ചെയ്യാറ്. അതായത് ആ ഒരു ഗ്രേഡ് പോയിന്റ് വെച്ചിട്ട് പെർസെൻറ്റേജ് കണക്കാക്കും. പെർസെൻറ്റേജ് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ്, ഇപ്പോൾ 630 660 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൺഫേം ചെയ്യുക. അതിന് ശേഷം ആ ഒരു മാർക്ക് ഇപ്പോൾ 80% ആണെങ്കിൽ 600 × 80/100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നൽകുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് നൽകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എങ്കിലും നിങ്ങളത് കൺഫേം ചെയ്തതിന് ശേഷം, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ നൽകാൻ ശ്രമിക്കുക. പിന്നെ തൊട്ട് താഴെയായിട്ട് മറ്റ് ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇവിടെ നൽകുക. നിങ്ങളുടെ സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നൽകുക. അപ്പോൾ കേരളയ്ക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ നൽകാവുന്നതാണ്. അപ്പോൾ അത് നൽകിയ ശേഷം തൊട്ട് താഴെ പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ITI പാസ് ട്രേഡ് ഫിറ്റർ ആണെന്ന് അവിടെ നേരത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയതുകൊണ്ട് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊരു ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ചോദിച്ചിരുന്നത്. അവിടെ നിങ്ങൾ ഫിറ്റർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫിറ്റർ തന്നെ ഇവിടെ വരും. അത്തരത്തിൽ ഏത് ട്രേഡാണ് സെലക്ട് ചെയ്യുന്ന ആ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ITI ഇയർ ഓഫ് പാസിംഗ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് നിങ്ങൾ പാസ് ആയിരിക്കും ആ ഒരു പാസിംഗ് ഇയർ ഇവിടെ നൽകുക. പിന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC നമ്പർ, SCVT അല്ലെങ്കിൽ NCVTയുടെ ആ ഒരു നമ്പർ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ നൽകാം. പിന്നെ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ ITI കംപ്ലീറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, ഏത് അതോറിറ്റിയാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഒരു അതോറിറ്റിയുടെ പേര് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ നിന്ന് ലഭിക്കും. പിന്നെ മാക്സിമം മാർക്ക്, ITI ലഭിച്ച മാക്സിമം മാർക്ക് നിങ്ങൾ ആദ്യം നൽകുക. പിന്നെ ടോട്ടൽ മാർക്ക്, നിങ്ങൾക്ക് ലഭിച്ച ടോട്ടൽ മാർക്ക് ഇവിടെ നൽകുക. അപ്പോൾ അത് രണ്ടും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ 20 KB ആ ഒരു മാക്സിമം സൈസിലുള്ള ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ആദ്യത്തേത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും കറക്റ്റായിട്ട് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നൽകുക. തൊട്ട് താഴെ നിങ്ങളുടെ സ്കാൻഡ് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അത് PDF ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം സൈസ് 100 KB ആണ്. 100 KB യിൽ കൂടുതൽ സൈസുള്ള ഫയലുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഏത് ലാംഗ്വേജിലാണ് ചോദിച്ചിരുന്നത്, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് S നൽകാം, മറ്റ് ലാംഗ്വേജിലാണെങ്കിൽ നോ എന്ന് നൽകാം. അപ്പോൾ എന്തായാലും നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ S, ആദ്യത്തെ ഒരു S തന്നെ നിങ്ങൾക്ക് നൽകാം. പിന്നെ അത് നൽകിയതിന് ശേഷം തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കുക. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. അതും PDF ഫയൽ തന്നെയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുക. മാക്സിമം 100 KB തന്നെയാണ് ഇതിൻ്റെയും സൈസ് വരുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചൂസ് ഫയൽ ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ ഫയലിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം അപ്ലോഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. രണ്ട് ഭാഗത്തും അത്തരത്തിൽ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആവുകയുള്ളൂ. അതിനുശേഷം താഴത്ത് കാണുന്ന ഈ ഒരു S ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ നിങ്ങൾക്ക് S നൽകാം, അല്ലെങ്കിൽ നോ എന്ന് നൽകാമെന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ S എന്ന് തന്നെ നൽകുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത്, അവസാനം കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നോക്കുവാൻ കഴിയും. അതിനുശേഷം ഈ കാണുന്ന 4 ബോക്സുകളിലും നിങ്ങൾ ടിക്ക് മാർക്ക് ഇനേബിൾ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പോൾ SC ST വുമൺ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന
പറയുന്ന പേജിലേക്ക് എത്തിച്ചേരുകയില്ല. കാരണം നിങ്ങൾക്ക് അപേക്ഷാ ഫീസില്ല. പക്ഷേ ജനറൽ OBC കാൻഡിഡേറ്റ്സ് ഈ ഒരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. മറ്റുള്ളവർക്ക് അപേക്ഷ ആ ഒരു ലാസ്റ്റ് കണ്ട ഈ ഒരു സ്റ്റേജോട് കൂടി ഇപ്പോൾ നമ്മൾ അവസാനം പരിശോധിച്ച ഈ ഒരു പേജോട് കൂടി നിങ്ങളുടെ അപേക്ഷ അവസാനിക്കും. ജനറൽ അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പേജിലേക്കായിരിക്കും എത്തുക. അപ്പോൾ ഇവിടെ കാണുന്ന ആദ്യത്തെ സ്റ്റെപ്പായി മേക്ക് പേയ്മെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് 100 രൂപ പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ അത് ആദ്യം നടത്തുക. പേയ്മെന്റ് നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു പേജിൽ വരുന്ന വെരിഫൈ പേയ്മെന്റ് എന്ന സെക്ഷൻ കൂടിയുണ്ട്. ഈ ഒരു വെരിഫൈ പേയ്മെന്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ ഫീസ് അടയ്ക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗ് ഔട്ട് ആവാം. പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേയ്മെന്റ് മാത്രം നടത്തിയാൽ പോരെ, നിങ്ങൾ ഈ കാണുന്ന വെരിഫൈ പേയ്മെന്റ് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേയ്മെന്റ് വെരിഫൈ ആവും. അത്തരത്തിലാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ ഫീസ് എന്തായാലും നൽകേണ്ടവർ നൽകണം. അത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അപേക്ഷ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 24 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ജൂൺ 24 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിരവധി ഒഴിവുകൾ 3500ഓളം ഒഴിവുകളാണ് വെസ്റ്റേൺ റെയിൽവേയിലുള്ളത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. മാത്രമല്ല ഈ പറയുന്ന മേഖലകളിൽ ITI പൂർത്തിയാക്കിയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കിയിട്ട് നോട്ടിഫിക്കേഷനുള്ള പരമാവധി ഡീറ്റെയിൽസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നുള്ള കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്കും അതോടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള പേജിൻ്റെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിയും അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ ആ ഒരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ഡോക്യുമെന്റ്സ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സിഗ്നേച്ചർ, SLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ്, NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കോപ്പികൾ നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ എല്ലാം സ്കാൻ ചെയ്ത കോപ്പികൾ റെഡിയാക്കി വയ്ക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപേക്ഷിക്കാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.